എങ്ങനെയാണ് നമുക്ക് ബഹുസ്വരതയെ തിരിച്ചു പിടിക്കാൻ പറ്റുക? അതിന് സാർവത്രിക സമ്മതമുള്ള ഒരു ഉത്തരവുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ കാണുന്ന ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ കാണുന്ന അതിനുള്ള ഒരേ ഒരു വഴി, ഇന്ത്യയുടെ സുദീർഘമായ ചരിത്രത്തിലെ അനവധിയായ ധാരകളുടെ ആകത്തുകയിലാണ് ബഹുത്വം നമ്മൾ നിലനിൽക്കുന്നത് എന്ന് നമ്മളൊക്കെ തന്നെ തിരിച്ചറിയുന്ന മട്ടിലുള്ള ഒരു 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 പ്രായോഗിക ജീവിതം ഉണ്ടാക്കണം. ഇനി പറഞ്ഞത് സങ്കീർണമായ വാക്യമായി പോയോ എന്ന് അറിഞ്ഞൂടാ. അതായത് നമ്മളൊരു പ്ലൂരൽ എൻറ്റിറ്റി ആണെന്ന് നമുക്ക് മനസ്സിലാവണം. നമ്മൾ സിംഗുലർ അല്ല, യൂണിറ്ററി അല്ല. ഇപ്പൊ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മൾ ആരാധിക്കുന്ന ദൈവം, നമ്മൾ ധരിക്കുന്ന വസ്ത്രം, നമ്മളുടെ ജീവിത പ്രയോഗത്തിന്റെ ഓരോ സന്ദർഭങ്ങളും വാസ്തവത്തിൽ എന്തെല്ലാം കൂടിക്കലർന്നാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ വാച്ച് ഉണ്ട്. വാച്ചിൽ ഇപ്പൊ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 12:10 12:20 ഒക്കെ കാണാം. നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഈ 60 സെക്കൻഡ് ഒരു മിനിറ്റും 60 മിനിറ്റ് ഒരു മണിക്കൂറും 24 മണിക്കൂർ ഒരു ദിവസവും ഒക്കെയുള്ള ഒരു കാലഗണനാ രീതി എങ്ങനെയാണ് വന്നതെന്ന്? നമ്മുടെ സംഖ്യാസമ്പ്രദായത്തിൽ 60 ഒരു ബേസിക് യൂണിറ്റ് അല്ല, 7 ബേസിക് യൂണിറ്റ് അല്ല, 12, 24 ഒന്നും ബേസിക് യൂണിറ്റ് അല്ല. പക്ഷെ നമ്മുടെ കാലഗണനയിൽ അതാണ് ബേസിക് യൂണിറ്റ്. ഈ ബേസിക് യൂണിറ്റ് വന്നത് എവിടെ നിന്നാണ്? അസീറിയ എന്ന് വന്നത്. പുതുവർഷാരംഭത്തിന് 4000 കൊല്ലം മുമ്പ് അസീറിയക്കാരുണ്ടാക്കിയ സംഖ്യാസമ്പ്രദായത്തിലെ ബേസിക് യൂണിറ്റ് ആണ് 60. ഈ 60 വെച്ചിട്ടാണ് നിങ്ങൾ 12:20 എന്ന് പറയുന്നത്. അതുകൊണ്ട് കാലത്തെ അളക്കുമ്പോൾ അസീറിയ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഇറാഖാണ്. യൂഫ്രട്ടീസിനും ടൈഗ്രീസിനും ഇടയിലുണ്ടായിട്ടുള്ള നാഗരികതകളിൽ രണ്ടാമത്തതാണ് അസീറിയ, സുമേറിയ, ബാബിലോണിയ എന്നൊക്കെ പറയുന്ന ഈ അസീറിയൻ സിവിലൈസേഷൻ ജന്മം നൽകിയ സംഖ്യാബോധമാണ് നമ്മൾ ഇന്ന് കാലത്തെ അളക്കുന്നത്. ഇമ്മട്ടിൽ എത്രയെങ്കിലും ഉദാഹരണം പറയാം കേട്ടോ, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയാത്തത്. എത്രയെങ്കിലും നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, ഞാൻ ഇടയ്ക്ക് തമാശയായിട്ട് പറയാറുണ്ട്, കേരളത്തിന് പുറത്തു നിന്നും ഇന്ത്യക്ക് പുറത്തു നിന്നും വന്ന വിഭവങ്ങളൊക്കെ മാറ്റിവെച്ചാൽ കേരളീയ സദ്യ എന്ന് വിളിക്കുന്നതിൽ എന്ത് ബാക്കിയുണ്ടാവും? മിക്കവാറും ഇല മാത്രം ബാക്കിയുണ്ടാവും. ബാക്കിയൊക്കെ പുറത്തുനിന്ന് വന്നതാ. ഇപ്പൊ മലയാളിയുടെ ദേശീയ ഭക്ഷണം ഇപ്പൊ എന്താ? പൊറോട്ടയാ. കുറച്ചാലും കഴിയുമ്പോൾ കുഴിമന്തിയാവും. ഇപ്പൊ പൊറോട്ടയിൽ നിന്ന് കുഴിമന്തിയിലേക്കുള്ള ഒരു ട്രാൻസിഷൻ ഫേസിലാണ് നിൽക്കുന്നത്. ജൻസിയൊക്കെ കുഴിമന്തിയിലാണ്. ഞങ്ങളെപ്പോലുള്ള വയസ്സന്മാരാണ് പൊറോട്ടയിലുള്ളത്. സദ്യ കഴിക്കുന്ന ആരുള്ള നോക്കൂ, നിങ്ങൾ ധരിക്കുന്ന ചുരിദാർ, കുർത്ത, സൽവാർ കമ്മീസിലെ കമ്മീസ്, ഈ വേഷവിധാനം എവിടെ നിന്നാ വന്നേ? മൗര്യ സാമ്രാജ്യത്തിന്റെ തകർച്ചയ്ക്ക് ശേഷം ഇന്ത്യയിലേക്ക് കുടിയേറിയ ഇൻഡോ പാർത്തിയന്മാരും ബാക്ടീരിയൻ ഗ്രീസുകാരെന്ന് പറയുന്ന വിഭാഗങ്ങൾ കൊണ്ടുവന്ന വസ്ത്രധാരണ രീതിയാണ് പരിഷ്കരിച്ച് നമ്മളിപ്പോൾ ഇതായിട്ട് ഇടുന്നത്. എൻ്റെ ഈ കുർത്തയിലുണ്ട്, നിങ്ങളുടെ സൽവാറിലുണ്ട്. കേരളത്തിലെ വാസ്തുശില്പത്തിന്റെ അടിസ്ഥാന മാതൃകയായ നാലുകെട്ടുണ്ടല്ലോ, നാലുകെട്ടിലെ പടിപ്പുര ഉണ്ടല്ലോ, ചൈനക്കാരുണ്ടാക്കിയതാ. തിരുവാതിരക്കലയ്ക്ക് മുടി കെട്ടുമ്പോൾ കൊണ്ട കെട്ടുക എന്ന് പറയുന്നേ വട്ടത്തില്, ചൈനീസ് കേശാലങ്കാര രീതിയാ. അതുകൊണ്ട് ഓമനക്കുട്ടൻ ഗോവിന്ദൻ എന്ന് പറഞ്ഞ് ഡാൻസ് കളിക്കുമ്പോൾ ചൈനയും കൂടി ഉണ്ട്. ഇങ്ങനെ അറിയണം. എൻ്റെ ഉത്തരം അതാ, ഇങ്ങനെ അറിയണം. നിങ്ങളുടെ ഇന്ദ്രൻ സെന്റ് അവസ്ഥയിലുണ്ട്, നിങ്ങളുടെ വരുണൻ സെന്റ് അവസ്ഥയിലുണ്ട്, നിങ്ങളുടെ സൂര്യനും ചന്ദ്രനും പേർഷ്യക്കാരുടെ വേദഗ്രന്ഥമായ സെന്റ് അവസ്ഥയിലുണ്ട്. കാൽമടമ്പിൽ അമ്പുകൊണ്ട് മരിക്കുന്ന ശ്രീകൃഷ്ണനെ പോലെ കാൽമടമ്പിൽ അമ്പുകൊണ്ട് മരിക്കുന്ന ഒരു അക്കിലസ് യവന പുരാണത്തിലുണ്ട്. യമുനയെ വഴിമാറ്റി ഒഴുക്കിയ ബലരാമനെ പോലെ നദിയെ വഴിതിരിച്ചു വിട്ട ഒരു ഹെർക്കുലീസ് ഉണ്ട്. മകനെ ഉളിയെറിഞ്ഞു കൊന്ന ഒരു ആശാരിയുണ്ട്. നമ്മുടെ വീട്ടുമുറ്റത്തിരിക്കുന്ന കളിമൺ പാത്രങ്ങളെ പോലെയുള്ള അതേ പൂജകൾ, കളിമൺ പാത്രങ്ങൾ മധ്യേഷ്യയിൽ എത്രയെങ്കിലും ഉണ്ട്. നിങ്ങൾ യൂറോപ്യൻ മ്യൂസിയങ്ങളിൽ എവിടെ പോയാലും ഒരു BC 2000-ലും 3000-ലും ഒക്കെ മധ്യേഷ്യയിൽ നിന്ന് വന്ന കളിമൺ പാത്രങ്ങൾ അവരുടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത് നോക്കിയാൽ നമ്മുടെ പൂജയാ. മനുഷ്യർ പങ്കുവയ്ക്കുന്നു. ഈ പങ്കുവയ്പ്പിന്റെ ആകത്തുകയിലാണ് ജീവിതം. അല്ലാതെ നമ്മളുടേതായിട്ട് മാത്രമൊന്നുമില്ല. നമ്മളുടെ ദൈവങ്ങളിലൊക്കെ ധാരാളം മറ്റ് ദൈവങ്ങളും കലർന്നിട്ടുണ്ട്. മകനെ ഉളിയെറിഞ്ഞു കൊന്ന ഒരു ആശാരി നമ്മുടെ പെരുന്തച്ചൻ, നമ്മുടെ നാരായണത്തു പ്രാന്തുവിന് എല്ലായിടത്തും ഉണ്ടാവും. കാലത്ത് സർവ്വലൗകിക. ഉച്ചവരെ കല്ലുരുത്തി മോളിൽ കയറ്റിട്ട് ഉച്ചയ്ക്ക് താഴേക്ക് ഇടുന്ന ഒരു പ്രാന്തനെ നിങ്ങൾക്ക് ഗ്രീക്ക് പുരാണത്തിൽ കാണാം, സിസിഫീസ്. വിജയമാഷ് പറയുന്നത് ഒരു മരത്തിൽ കയറാൻ പറഞ്ഞാൽ 2 മരത്തിൽ പപ്പാതി കയറുന്ന.
എന്നിട്ട് മാഷ് രസമായിട്ട് പറയും കേട്ടോ, നമ്മുടെ കുട്ടികളും മോഡേൺ സിസീസ് ആണ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോഴ്സിന് ചേർന്ന് ഒരു കൊല്ലം പഠിക്കും, അടുത്ത കോഴ്സിന് ചേർന്ന് വേറൊരു കൊല്ലം പഠിക്കും, മൂന്നാമത്തെ ഒരു കോഴ്സിന് ചേർന്ന് 3 കൊല്ലം പഠിക്കും, കോഴ്സ് കംപ്ലീറ്റഡ്. ഇങ്ങനെ നമ്മൾ ഷെയർ ചെയ്യുന്ന ജീവിത മൂല്യങ്ങളിൽ എത്രയെല്ലാം പാരമ്പര്യങ്ങൾ കലർന്നിരിക്കുന്നു. ഈ കലർപ്പുകളെ മനസ്സിലാക്കിയാൽ മാത്രം, ഈ കൂടിക്കലരുകളെ നമ്മുടെ ജീവിതബോധത്തിൽ ഉൾക്കൊണ്ടാൽ. ഇപ്പൊ കേസരി ബാലകൃഷ്ണനുള്ള വളരെ രസമുള്ള ഒരു നിരീക്ഷണം പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, നമ്മൾ ഈ കളം വരയ്ക്കുമല്ലോ, ധൂളി ചിത്രം, ഭദ്രകാളിയൊക്കെ വരയ്ക്കും. ഈ ധൂളി ചിത്രത്തിന്റെ രേഖാസമ്പ്രദായം പ്രാചീന പേർഷ്യൻ ചിത്രകലയിൽ നിന്ന് ഇവോൾവ് ചെയ്തതാണെന്ന് കേസരി. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പേർഷ്യൻ ചിത്രകലയിൽ നിന്ന് അജന്ത പാരമ്പര്യത്തിലേക്ക് വരികയും അജന്തയിൽ നിന്ന് നമ്മുടെ ചുമർ ചിത്ര പാരമ്പര്യത്തിലേക്ക് വരികയും ചുമർ ചിത്രങ്ങളുടെ എവോൾവ്ഡ് രീതിയായിട്ട് നമ്മുടെ ധൂളി ചിത്രത്തിൽ വരികയും ചെയ്യും. അതുകൊണ്ട് വീട്ടുമുറ്റത്ത് ഭദ്രകാളി വരയ്ക്കുമ്പോൾ പേർഷ്യ ഉണ്ട്. ഭദ്രകാളിയിൽ ഒരു പേർഷ്യൻ ട്രഡീഷൻ ഉണ്ട്, ഹിന്ദുസ്ഥാനിയിൽ ഒരു പേർഷ്യൻ ട്രഡീഷൻ ഉണ്ട്, കഥക്കിൽ ഒരു പേർഷ്യൻ ട്രഡീഷൻ ഉണ്ട്, മുഗൾ ആർക്കിടെക്ചറിലുണ്ട്, മിനിയേച്ചറിലുണ്ട്. നോക്കൂ, നമ്മൾ എന്ന് പറയുന്നത്, ഞാൻ എന്ന് പറയുന്നത്, നമ്മൾ എന്ന് പറയുന്നത് ഈ കൂടിക്കലരിലാണ്, പങ്കുവയ്പ്പുകളാണ്. ഈ പങ്കുവയ്പ്പുകളെ നമ്മുടെ ജീവിതബോധത്തിന്റെ ആധാരമാക്കാൻ പറ്റുമോ? ഇതാണ് ഫണ്ടമെന്റൽ ക്വസ്റ്റ്യൻ. ഞാൻ പറയുന്നത് അങ്ങനെ മാത്രമേ നിങ്ങൾക്ക് ബഹുസ്വരതയെ സ്ഥാപിക്കാൻ പറ്റൂ. ഞാനും നിങ്ങളും വ്യത്യസ്ത പാരമ്പര്യങ്ങളാണ്, നമുക്ക് സഹിഷ്ണുതാപൂർവ്വം ഒരുമിച്ചിരിക്കാം എന്നുള്ള ഔദാര്യ ബുദ്ധിയല്ല. അതെൻ്റെ ഒരു ഔദാര്യമാണ്. നിങ്ങളെ കൂടി ഞാൻ സഹിച്ചേക്കാം. സഹിഷ്ണുത എന്നുള്ള വാക്കിൽ തന്നെ ഒരു സഹനമുണ്ട്. മറിച്ച് ഞാൻ പറയണത്, നിങ്ങൾ കൂടിയാണ് ഞാനും, ഞാൻ കൂടിയാണ് നിങ്ങളും. അപ്പൊ നിങ്ങളിത് കേൾക്കണോണ്ടാണ് ഈ പ്രസംഗമുള്ളത്. അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിന്ന് പ്രസംഗിക്കണം. അപ്പൊ പിന്നെ ഒറ്റക്കുള്ള പ്രസംഗമുണ്ട് കേട്ടോ, അതാണ് ഈ വെബിനാർ. നമ്മുടെ കോവിഡ് വന്ന സമയത്ത് സച്ചി മാഷ് ഒരു തവണ ഒരു കമന്റ് എഴുതിയിരുന്നു, എവിടെയോ ഇരുന്ന് 100 പേര് നിങ്ങളുടെ പ്രസംഗം കേൾക്കുന്നുണ്ടെന്ന് കരുതി ഒരാൾ ഒറ്റക്കൊരു മുറിയിലിരുന്ന് സംസാരിച്ചാൽ പണ്ട് അതിന്റെ പേര് ഭ്രാന്തെന്നായിരുന്നു, ഇപ്പൊ വെബിനാറാണ്. അക്ഷരാർത്ഥത്തിൽ ശരിയാണല്ലോ. ആരും കേൾക്കുന്നില്ല, എല്ലാവരും ഓൺ ചെയ്ത് വെച്ച് അവരവർക്ക് വേണ്ടത് ചെയ്യുന്നു. ഇയാൾ വിശ്വസിക്കുന്നു 100 പേര് അവിടെ ഇരുന്ന് കേൾക്കുന്നുണ്ടെന്ന്. പിന്നെ വിശ്വാസം അതല്ലേ എല്ലാം എന്നതൊരു പരസ്യവാചകം മാത്രമല്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞതില്ലെന്ന് വെച്ചാൽ, ഈ ഷെയർഡ് എക്സ്പീരിയൻസിനെ നമ്മൾ ക്യാപ്ചർ ചെയ്യണം. അതിൽ വാസ്തവത്തിൽ ദേശീയ പ്രസ്ഥാനം പരാജയപ്പെട്ടു, ഗാന്ധി പോലും പരാജയപ്പെട്ടു. ഗാന്ധി ഇപ്പൊ സഹിഷ്ണുതയ്ക്ക് വേണ്ടി വാദിച്ച ആളാണ്, മതസാഹോദര്യത്തിന് വേണ്ടി വാദിച്ച ആളാണ്. പക്ഷെ ഗാന്ധിയുടെ പൊസിഷനിലൊരു അടിസ്ഥാനപരമായ പരിമിതിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, അദ്ദേഹം ഹിന്ദു മതത്തിന്റെ സഹിഷ്ണുതാ പാരമ്പര്യത്തെക്കുറിച്ചാണ് പറഞ്ഞത്, അല്ലാതെ ഹിന്ദുമതം അടക്കമുള്ള എല്ലാ മതങ്ങളിലും ഉൾപ്പെട്ടിരിക്കുന്ന ബഹുത്വത്തെക്കുറിച്ചല്ല. ഇത് രണ്ട് കാര്യമാണ്. ആര്യന്മാര് വന്ന് ഇവിടെയുള്ള തദ്ദേശീയ പാരമ്പര്യമായിട്ട് കൂടിക്കലർന്ന് തദ്ദേശീയമായ പലതിനെയും സ്വാംശീകരിച്ചാണ് വൈദികത ഉണ്ടായത്. ഇപ്പൊ വൈദിക സംസ്കൃതത്തിലെ മൂർധന്യം എന്ന് പറയുന്ന ഉച്ചാരണ രീതി, പെട്രോഫ്ലക്സ് എന്ന് പറയുന്ന ഉച്ചാരണ രീതി, അത് വൈദികേതരാണ്. അതുകൊണ്ട് വൈദിക സംസ്കൃതത്തിലും വൈദികേതര പാരമ്പര്യമുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവാൻ വഴിയില്ല, മഹാഭാരതത്തിന് ഇന്ത്യയിലുണ്ടായ ആദ്യത്തെ പൂർണ്ണ പരിഭാഷ പേർഷ്യനാണ്. ഒരു ഇന്ത്യൻ ഭാഷയല്ല, പേർഷ്യനാണ്. നമ്മുടെ രാമായണത്തിലെ രാമനും സീതയും സുഗ്രീവനും ഒക്കെ ഇന്ത്യ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള സ്ഥലം ഇന്തോനേഷ്യ. 95% ജനങ്ങൾ മുസ്ലിങ്ങളാണ്. ഇതെല്ലാം പോസിബിളാണ്. ഈ പോസിബിലിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റാതെ പോവുകയും നമ്മൾ ഇതിനെയെല്ലാം വളരെ റിജിഡായിട്ടുള്ള ഫിക്സഡ് ആയിട്ടുള്ള ഐഡന്റിറ്റീസിലേക്ക് കൊണ്ടുപോവുകയും അതിനെ സ്വീകരിക്കുകയോ നിരാകരിക്കുകയോ ഒക്കെ ചെയ്തു. അതിന് പകരം എൻ്റെ വഴി ഫിക്സഡ് ഐഡന്റിറ്റിക്ക് പകരം നമ്മൾ ഫ്ലൂയിഡ് ഐഡന്റിറ്റിയിലേക്ക് നീങ്ങുക, നമ്മളെ തന്നെ അഴിക്കുക, നമ്മുടെ സംസ്കൃതി അഴിക്കുക, പാരമ്പര്യത്തെ അഴിക്കുക, വസ്ത്രത്തെ അഴിക്കുക, എല്ലാറ്റിനെയും അഴിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ഒരുപക്ഷെ ബഹുത്വത്തെ നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും. അതൊരു ലോങ് ടേം പ്രോജക്റ്റ് ആണ്. ഇത് ഉണ്ടായി വന്നത് 200 കൊല്ലം കൊണ്ടാണ്. അഴിക്കാനും അത്രയും കാലം വേണ്ടി വരുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അതാണ് ഒരു വഴിയായിട്ട് എനിക്ക് തോന്നുന്നത്. ബാക്കിയൊക്കെ നമ്മൾ ഫോർമലായിട്ട് പറയാന്നല്ലാതെ ഫണ്ടമെന്റലി ഒരു ഷിഫ്റ്റിന് വഴിവെക്കുമെന്ന് തോന്നുന്നില്ല. ഇത് ശരിയാണ്. ഞാൻ പറയണത്, ബഹുസ്വരത കൃത്രിമമായിട്ട് നിങ്ങൾ കുത്തിച്ചെലുത്തൊന്നും വേണ്ട. നിങ്ങൾ ബഹുസ്വരാണ്, നിങ്ങൾ പ്ലൂരലാണ്, നിങ്ങൾ മൾട്ടി ലെയർഡാണ്. അല്ലാതെ മൾട്ടി ലെയർഡ്നെസ് എന്ന് പറയുന്നോ പ്ലൂരാലിറ്റി എന്ന് പറയുന്നോ നമ്മളൊരു ആവശ്യത്തിന് വേണ്ടി കൃത്രിമമായിട്ട് ഉണ്ടാക്കുന്നതല്ല. നിങ്ങളുടെ കയ്യിലെ വാച്ചിലെ സമയം അസീറിയനാണ്, നിങ്ങളുടെ വസ്ത്രം ഇൻഡോ പാർത്തിയനാണ്, നിങ്ങളുടെ ദൈവത്തിന് ഗ്രീക്ക് ഒറിജിൻ ഉണ്ട്. ഇപ്പൊ കഥകളിയിലെ സ്ത്രീവേഷം മുസ്ലിങ്ങളുടെ വസ്ത്രധാരണ രീതിയിൽ നിന്നുണ്ടായതാ, മിനുക്ക്.
അപ്പൊ ഇങ്ങനെ കലർപ്പുകൾ ധാരാളം, കൂടിക്കലരുകൾ ധാരാളം ഉണ്ട്. ആ കൂടിക്കലരിനെ ഉറപ്പിക്കുക, ആ കൂടിക്കലരലിനെ ഉറപ്പിച്ചെടുക്കാൻ പറ്റുമെന്നുള്ളതാണ് വാസ്തവത്തിൽ ഇതിനുള്ളൊരു പരിഹാരമായിട്ട് എനിക്ക് തോന്നുന്നത്. നിർഭാഗ്യവശാൽ ഇന്ത്യയിൽ ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റും ഈ ഒരു ഐഡിയയെ മുമ്പോട്ട് വെച്ചിട്ടില്ല. അവരൊക്കെ സാഹോദര്യം എന്ന് പറയും, സഹിഷ്ണുത എന്ന് പറയും, ഔദാര്യ. ഞാൻ ഇൻഹറന്റ്ലി പ്ലൂറലാണെന്ന് ഞാൻ സമ്മതിച്ചാൽ പിന്നെ നീയില്ല. പണ്ട് രമണ മഹർഷിയോട് ഒരാൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഹൗ ഡു യു ട്രീറ്റ് അതേഴ്സ്? കനപ്പെട്ടൊരു ചോദ്യമാണല്ലോ, ഹൗ ഡു യു ട്രീറ്റ് അതേഴ്സ്, നിങ്ങൾ മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറും? രമണ മഹർഷി ഒറ്റ വാക്യത്തിൽ ഒരു ഉത്തരം പറഞ്ഞു, ദെയർ ഇസ് നോ അതർ. അതറില്ല. നാരായണഗുരുവിടെ പറഞ്ഞിട്ടുണ്ട്, പ്രിയം അപരപ്രിയം അതൻ പ്രിയം, സ്വകീയ പ്രിയം അപരപ്രിയം. നമ്മൾ നാരായണഗുരുവിനൊക്കെ റിലീജിയസ് ആയി വായിച്ച് അവസാനിപ്പിച്ചതാ, വാസ്തവത്തിൽ പൊളിറ്റിക്കലായിട്ട് വായിക്കണം. പ്രിയം അപരപ്രിയം അതൻ പ്രിയം, സ്വകീയ പ്രിയം അപരപ്രിയം, ഇപ്രകാരമാകും നയം. അതിനാലേ നരനു നന്മ നൽകും ക്രിയ അപരപ്രിയ ഹേതുവായി വരണം. ആത്മമെന്നത് അപരബന്ധമാണ്, അപരബന്ധമാണ് ആത്മ. അത് തിരിച്ചറിഞ്ഞാൽ നമുക്ക് ഈ പ്രശ്നത്തെ മറികടക്കാൻ പറ്റും. അതിന് നിങ്ങൾ ദൈവവിശ്വാസി ആവണമെന്നൊന്നുമില്ല, ഗുരുവിൻ്റെ അനുയായി ആവണമെന്നില്ല, മറിച്ച് ട്രൂലി ഡെമോക്രാറ്റിക് ആയ ഈ അപരപ്രിയം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു തത്വമായിട്ട്